എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചണ്ഡീഗഡിലെ അയ്യപ്പ ക്ഷേത്രവും മുരുകക്ഷേത്രവും സന്ദർശിക്കുന്നതിൻ്റെ വിശേഷങ്ങളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് മുരുകക്ഷേത്രത്തിൽ പോയി. പിന്നെ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇനി ബുറേൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഹോൾസെയിൽ ടയർ മാർക്കറ്റുള്ള ഒരു സ്ട്രീറ്റിലേക്ക് പോവുകയാണേ. അപ്പോൾ മുരുകക്ഷേത്രത്തിൽ നിന്ന് 3.4 കിലോമീറ്ററാണ് ഈ ടയർ മാർക്കറ്റിലേക്കുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് കാറിൻ്റെ ടയർ മാറ്റണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ ഈ കാണുന്നതാണ് ഹോൾസെയിൽ ടയർ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങളവിടെ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവർ രണ്ടുപേരും മൂന്നും സാറും കൂടി അകത്ത് ഒരു കടയിൽ പോയി സംസാരിച്ചു. കാരണം വണ്ടി എടുത്തു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് ഇടുങ്ങിയ തെരുവൊക്കെയാണ്. അപ്പോൾ അവരൊരു കടയിൽ പോയി സംസാരിച്ചിട്ട് ഇനി ഞങ്ങൾ ആ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സ്ട്രീറ്റ്. ഇവിടെ മുഴുവൻ ടയറിൻ്റെ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട കടകളാണ്. അപൂർവം 1-2 കടകൾ മാത്രം കുഞ്ഞു ഗ്രോസറി കടയും ഒരു ഷൂ കടയൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഈ കാണുന്ന കണ്ടില്ലേ, മുഴുവൻ ടയറാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയുടെ ടയർ വേണമെങ്കിലും ഇവിടെ വന്ന് നോക്കിയാൽ കിട്ടും. പക്ഷെ നമ്മളത് നന്നായിട്ട് കുറച്ച് സമയമെടുത്ത് ശ്രദ്ധിച്ച് വാങ്ങിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെയാണീ ചെരുപ്പിട്ടോ. ഇവിടെ ഒരു അബദ്ധത്തിലൊരു ഷൂക്കടയുണ്ടല്ലോ അല്ലേ? ഇവിടെയാണോ കട? വാങ്ങിക്കാം. ഒരു മിനിറ്റ്. ഇവക്ക് ചിപ്സ് വേണമെന്ന്. ചിപ്സ് വാങ്ങാൻ പൈസ തരുവാ. പച്ച കളർ അടിക്കണം, ഗ്രീൻ. നമുക്ക് അടിച്ചാലോ? ഇവിടെ ആണെങ്കിൽ നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ടയർ ചൂസ് ചെയ്ത് അവർ തന്നെ മാറ്റിത്തരും. പിന്നെ നോർമൽ ടയർ ചേഞ്ചിങ് അല്ലാണ്ട് നിങ്ങൾക്ക് അലോയ് വീലാക്കി മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പം കണ്ട മാതിരി വീലിനൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, ഒരു വണ്ടിക്ക് അലോയ് വീലിൻ്റെ അവിടെ ഗ്രീൻ കളറൊക്കെ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോർമൽ ടയർ കുറേ തേഞ്ഞ് പോയ കാരണം ടയർ ചേഞ്ച് ചെയ്യണം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പണി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ 2 ചെയർ ഇട്ടുന്നുണ്ട്. അപ്പോൾ ഞാനും ഹനിയും ആ ചെയറിലിരുന്നിട്ട് പണികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ബസ്സിനൊപ്പം കുറുക്കുഴ കഴിച്ചാണ്. ഇത് നമുക്കൊരു അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യും. അങ്ങനെ 4 ടയറും ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ടയർ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടയർ വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത കടയിൽ നിന്ന് അവരൊരു കൂപ്പൺ തരും. അപ്പോൾ ആ കൂപ്പണുമായിട്ട് തൊട്ടടുത്ത ഗലിയിൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന ഒരു കടയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഈ കൂപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ അവർ അലൈൻമെൻറ്റ് ചെയ്തു തരും. അപ്പോൾ ഈ 2 കടയും തമ്മിലുള്ള ടൈപ്പ് ആയിരിക്കും അത്. അങ്ങനെ ഞങ്ങൾ ഇത് അലൈൻമെൻറ്റ് ചെയ്യാനുള്ള കടയിലെത്തിയിട്ടുണ്ട്. ശർമ്മ ഓട്ടോ കെയർ അലൈൻമെൻറ്റ് ആൻഡ് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കടയാണേ. അപ്പോൾ കടേൻ്റെ അവിടെ എത്തി. ഇപ്പോൾ അവർ തന്നെ നമ്മുടെ വണ്ടി കടേൻ്റെ അകത്തേക്ക് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിടുകയൊക്കെ ചെയ്തോളും. കാരണം ഒരു കുഞ്ഞ് ഇവിടെയും ഒരു ഇടുങ്ങിയ ഗലിയാണേ. അങ്ങനെ അലൈൻമെൻറ്റ് വരുന്നു. അങ്ങനെ നമ്മളില്ലേ എൻ്റെ കാലൊക്കെ നേരെയാക്കാൻ വന്നതാണ്. അപ്പം ഇല്ലേ നമ്മൾ ഉള്ളിലോട്ട് ആലോചിച്ചത് പിടിച്ച്
അലൈൻമെൻറ്റ്, ടച്ചപ്പ് അല്ല, അലൈൻമെൻറ്റ്. ഇതൊന്ന് അലൈൻമെൻറ്റിൻ്റെ മെഷീനാണ് ഇത്. 4 ടയറിന് ഇത് ഫ്രീയാ. ബാലൻസിങ് എക്സ്ട്രാ ചെയ്യണോ? അതെന്തിനാന്ന്? അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അത് കൂടാണ്ട് ഇപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ടയറിൻ്റെ ബാലൻസിങ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ബാലൻസിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ഫ്രീ ഓഫ് കോസ്റ്റ്, അതിന് നമ്മൾ പൈസ കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 200 രൂപ അവരുടെ ലേബർ ചാർജ് കൊടുക്കണം. പിന്നെ അത് നമ്മുടെ ടയർ ചെക്ക് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ടയറിന് മുകളിൽ ഇപ്പോൾ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കർ ഒട്ടിക്കല്ലേ ചെയ്യണേ. അപ്പം ടയർ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പം ഇന്നർ സൈഡിലും ഔട്ടർ സൈഡിലും എത്ര ഗ്രാമിൻ്റെ സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടി വരിക എന്നുള്ളത് മെഷീനിൽ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങൾ എന്തായാലും ബാലൻസിങ്ങും കൂടി ചെയ്യാൻ വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ ടയർ പെട്ടെന്ന് തേഞ്ഞു പോവില്ലേ. ഇതിപ്പോൾ അവർ അലൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അദ്ദേഹം പറയാം ഞങ്ങളുടെ സ്റ്റിയറിങ് കുറച്ച് ചെരിഞ്ഞായിരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല എന്ന് സിസ്റ്റത്തിൽ കാണിച്ചപ്പോൾ അതും കൂടി ചെയ്തിട്ടുണ്ട് ടയർ അലൈൻമെൻറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ. ഇനിയിപ്പോൾ ബാലൻസിങ്ങാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ടയർ ആ മെഷീൻ്റെ ഒരു സ്ഥലത്ത് കണക്ട് ചെയ്യും. എന്നിട്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ സിസ്റ്റത്തിൽ കാണിക്കും ഇന്നർ സൈഡിൽ എത്രയാണ് വേണ്ടത്, ഔട്ടർ സൈഡിൽ എത്രയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അവർ ടയറിൽ അത് ഒട്ടിക്കുക. അത് മെറ്റൽ പീസസ് ആണ് ആക്ച്വലി. അപ്പോൾ ഇത് കണ്ടത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര ഗ്രാമിൻ്റെ സ്റ്റിക്കേഴ്സ് ആർക്കും വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്ക്രീനിൽ കാണാം എത്ര വേണമെന്ന്. അപ്പോൾ അത് ഞങ്ങളുടെ ഫസ്റ്റ് ടയറിൻ്റെ ഇന്നർ സൈഡിൽ 15ഉം ഔട്ടർ സൈഡിൽ 10, അതായത് 15 ഗ്രാം പിന്നെ 10 ഗ്രാം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം അത് ഒട്ടിക്കും. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വെരിഫൈ ചെയ്യും. അപ്പോൾ വെരിഫൈ ചെയ്തിട്ട് രണ്ടും 00 കാണിക്കുന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റായി എന്നർത്ഥം. അങ്ങനെ എല്ലാ ടയറിൻ്റെയും ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ഒട്ടിച്ച് ടയർ ബാലൻസിങ്ങും ചെയ്തു. സാധാരണ കാറിൽ ഫിറ്റ് ഐ മീൻ ടയറിൽ ഫിറ്റ് ആക്കിയ അപ്പോൾ ഒട്ടിച്ചതിൻ്റെ ഇതാണ് ഇവിടെ കിടക്കുന്നത്. അത്രേ ഉള്ളൂ അല്ലേ സംഭവം. മാഗ്നറ്റ് വെയിറ്റ് ആണല്ലോ. അപ്പൊ അതാണ് അങ്ങനെ പറഞ്ഞു പോലെന്ന് അയാൾ പറയും. മാഗ്നറ്റ് ആണ് കുത്തി നിർത്തുന്നത്. 90 ഗ്രാം 90 രൂപ 200 രൂപ മറ്റേത് 90. അതിന് 2 ഗൈസ് ഇപ്പം അത് ഇങ്ങനെ ബാലൻസിങ് ഒക്കെ കഴിഞ്ഞ് ടയർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് ആ കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രാചീൻ ശീതൾ മാതാ മന്ദിരം ഉണ്ടായിരുന്നു. അപ്പോൾ ഹനിയും ഞാനും കൂടി ആ അമ്പലത്തിലും കൂടി ഒന്ന് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ വന്നിരിക്കുകയാണ്. ആ അലൈൻമെൻറ്റ് ഷോപ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഒരു പഴയ മന്ദിറാണ്. അപ്പോൾ അവിടെ ശീതൾ മാതേൻ്റെ പ്രതിഷ്ഠയും പിന്നെ കുറച്ച് ഉപദേവന്മാരും പരമശിവനൊക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു വലിയ നല്ല ആൽമരമുണ്ട് പുറത്ത്, ആൽത്തറയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ആൽമരം. भाई ये क्या बन रहा है आप? ओके ओके, हाँ हाँ हाँ. ये किस चीज़ के लिए? इसके ओके ओके, हाँ हाँ हाँ. हाँ हाँ हाँ, ये കോട്ടൺ ആണ്, കോട്ടൺ. ഓക്കെ, കൈ തൊട്ടാൽ അത് ഇതാവുന്നു, ചൊറിയുന്നു. അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഈ തന്തൂർ അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഭയ്യ. അപ്പം ഞങ്ങളത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ക്ലേ കുഴച്ചിട്ട് ഈ ഇതേപോലത്തെ ഡ്രമ്മിൻ്റെ അകത്ത്, അതാണ് അതിൻ്റെ മൗൾഡ്, അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് സൈഡിൽ
മണ്ണൊക്കെ നിറച്ച് പിന്നെ നേരത്തെ കണ്ട ആ സാധനമൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് തന്തൂർ അടുപ്പുണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ടും തന്തൂർ റൊട്ടിയും പിന്നെ നമ്മൾ എന്താണ് തന്തൂർ ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താ കണ്ടോ, ഈ ക്ലേയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ മണ്ണിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം അദ്ദേഹം ഇങ്ങനെ ഡ്രമ്മെന്ന് കണ്ടോ ഈ എന്താണ് കത്തി പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അത് ഡീമോൾഡ് ചെയ്യുകയായിരുന്നു. ഞങ്ങളതിൻ്റെ പൈസയൊക്കെ ചോദിച്ചു. അപ്പം ആദ്യം അദ്ദേഹം പണി ചെയ്തുകൊണ്ടിരുന്നതിന് വലുതിന് 3000 രൂപയും പിന്നെ അതിൻ്റെ ചെറുതിന് 1700 രൂപയൊക്കെയാണ്. അപ്പോൾ വലുത് ഈ ഹോട്ടൽസിലും പിന്നെ ഇവർ എന്താണ് കല്യാണത്തിനൊക്കെ നിറയെ തന്തൂർ റൊട്ടിയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ കാറ്ററിംഗുകാരൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചെറുത് 1700 രൂപയുടെ എന്ന് പറഞ്ഞില്ലേ, അത് വീടുകളിലേക്കൊക്കെ വേണ്ടി എടുക്കുന്ന. ഞങ്ങളതിൻ്റെ നിർമ്മാണമൊക്കെ കുറച്ച് സമയം നോക്കിക്കൊണ്ടിരുന്നു. നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ വെറുതെ തന്തൂർ റൊട്ടി കഴിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ ഇത്രയും അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. അപ്പം എന്തായാലും അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടായി വരണേന്നുള്ളത് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങളതൊക്കെ കണ്ട് വരുമ്പോഴത്തേക്കും അലൈൻമെൻറ്റും ബാലൻസിങ്ങും ഒക്കെ കഴിഞ്ഞ് അവർ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബുറയിൽ നിന്ന് തിരിച്ച് അംബാലയ്ക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു നാച്ചുറൽസിൻ്റെ ഐസ്ക്രീം പാർലറുണ്ട്, അവിടേക്ക് പോവുകയാണേ. അപ്പോൾ അത് എന്താ അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല, കഴിച്ച് തന്നെ അറിയണം. അത്രയും ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങൾ പൂനെയിലുണ്ടായിരുന്നപ്പം അവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബ്രാൻഡിൻ്റെ ഐസ്ക്രീമിൻ്റെ അത്രയും ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം ഞങ്ങൾ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. നാട്ടിലായിക്കോട്ടെ വേറെ ഞങ്ങൾ ഇന്ത്യയിൽ ഇത്രയും സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നൊന്നും ഇത്രയും ടേസ്റ്റുള്ള അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പൂനെയിൽ നിന്ന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് നാച്ചുറൽസിലത്തെ ഐസ്ക്രീമായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഫോർച്യുനേറ്റ്ലി ഒരു ദിവസം ഞങ്ങൾ ചണ്ഡീഗഡ് വന്നപ്പോഴാണ് ഈ കട ഇവിടെ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ഒറിജിനൽ ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ലോഗോയും ബ്രാൻഡിങ്ങൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് പറഞ്ഞാൽ ഇവർ ഫ്ലേവേഴ്സൊന്നും ആഡ് ചെയ്യില്ല. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം ഉണ്ട്. ഫ്രൂട്ട്സ്, അതായത് സീതാഫൽ, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ സീസണൽ ഫ്രൂട്ട്സിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒറിജിനൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് പൾപ്പാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവർക്ക് അത്രയും ടേസ്റ്റ്. ഞങ്ങളെന്തായാലും കടയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ സീതാഫൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. സീതാഫലിൻ്റെ സീസണാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ നാച്ചുറൽസിൻ്റെ ഐസ്ക്രീംസിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലേവർ പറയുന്നത് എൻ്റെ മൂഞ്ചത്തിൻ്റെ സീതാഫലാണ്. ഹനിക്ക് പിന്നെ ഓരോ സമയത്ത് തോന്നുന്ന പോലെയാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ചൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ചൂസ് ചെയ്യാണ്. ഇപ്പോൾ ഹനിക്ക് ആക്ച്വലി മോന്ത് ഓൾറെഡി സീതാഫൽ ചൂസ് ചെയ്തു. പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ഇതിനു മുമ്പ് പ്രാവശ്യം വന്നപ്പോഴും സീതാഫലാണ് കഴിച്ചത്. അതുകൊണ്ട് ഇവരുടെ ടെൻഡർ കോക്കനട്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടെൻഡർ കോക്കനട്ട് ഓർഡർ ചെയ്തു. പിന്നെ സാറ് മാംഗോ ഓർഡർ ചെയ്തു. ഹനി ഇപ്പോഴും കൺഫ്യൂഷനിലാണ് ഏതാ വേണ്ടതെന്നുള്ളത്. മുഴുവൻ കഴിക്കാൻ ഉറപ്പാണ്. വാനില ഉണ്ട്. ആ സീതാഫൽ വാങ്ങിച്ചോ. വൈറ്റ് ബെറിയോ? വൈറ്റ് ബെറി. സീതാഫൽ നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, സീതാഫൽ വീട്ടിൽ അല്ല, നമുക്ക് മാംഗോ, രാമനങ്കളിൽ മാംഗോ കുഞ്ഞിനത്. ടെൻഡർ കോക്കനട്ട് 2 है. ഇല്ലടാ, ടെൻഡർ കോക്കനട്ട് 2 അല്ലേ? हाँ അമ്മക്ക് ടെൻഡർ കോക്കനട്ട്, അച്ഛനും ടെൻഡർ കോക്കനട്ട്. പാക്ക് സീതാഫൽ. താങ്ക് യു. ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. സൊമാറ്റോ, സ്വിഗ്ഗി ഡെലിവറി ഒക്കെ ഉണ്ട്.
അപ്പോൾ നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ കണ്ട ഡോറില്ലേ അതിൻ്റെ പുറത്തോട്ട് ഒരു ഔട്ട്ഡോർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ അകത്തിരുന്നിട്ട് തന്നെ കഴിച്ചു. ഇങ്ങോട്ട് നോക്കി ഹനി. അങ്ങനെ ഞങ്ങൾ 4 പേരും ഓരോ സ്കൂപ്പ് ഐസ്ക്രീം കഴിച്ചിട്ട് പിന്നെ ഒരു ബോക്സ് ടെൻഡർ കോക്കനട്ടും ഒരു ബോക്സ് സീതാഫലും വീട്ടിലേക്ക് വാങ്ങിച്ചു. അപ്പോൾ അവർ ഡ്രൈ ഐസിൽ ഉള്ള ബോക്സിലിട്ടിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് തരും. 2 ബോക്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രൈ ഐസിൻ്റെ ബോക്സ് അവർ ഫ്രീ ആയിട്ട് തരും. ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സ് ഐസ്ക്രീം മാത്രം വാങ്ങുന്നുണ്ടെങ്കിൽ ഡ്രൈ ഐസിൻ്റെ ബോക്സിനും കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തിരിച്ച് അംബാലയ്ക്ക് പോവാണ്. ആക്ച്വലി ശാസ്ത്രി മാർക്കറ്റിലും കൂടി പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ സമയം കുറച്ച് വൈകി. ഞങ്ങൾക്കിനി ചെന്നിട്ട് അംബാലയിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഷോപ്പിങ്ങിനും കൂടി പോയാൽ കുറച്ചും കൂടി ലേറ്റ് ആവില്ലേ. അത് കാരണം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച് അംബാലയ്ക്ക് പോവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ. പിന്നെ ഐസ്ക്രീമും കഴിച്ചു. അത് കാരണം ആർക്കും വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ട് തിരിച്ച് അംബാലയ്ക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 3 മണിയൊക്കെ ആയി. അപ്പോൾ ഇത്രയാണ് ചണ്ഡീഗഡിലത്തെ വിശേഷങ്ങൾ. ഇനി തുടർന്നുള്ള വീഡിയോയിൽ വീണ്ടും കാശ്മീരത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇങ്ങനെ ഞങ്ങളത് അംബാല എത്തിയിട്ടുണ്ട്.